ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും സെലറോയിൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. വയസ്സ് എത്രയായി 30 എന്ന് പറയുന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് അതിൽ അഭിനയിച്ചവരും പിന്നെ അത് എഴുതിയ സ്ക്രിപ്റ്റ് റൈറ്റർ കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡിലെ നമ്മുടെ ഗസ്റ്റ്. അപ്പോൾ ആ സൈഡിൽ നിന്ന് ഞാൻ എന്തായാലും ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങാം. സോ ഫ്രം ദെയർ വി ഹാവ് ചിത്ര, പ്രശാന്ത്, ഷിജു ആൻഡ് രമ്യ ചേച്ചി. സോ എല്ലാവർക്കും സ്വാഗതം, വെൽക്കം ടു സെലലോയിഡ്. അപ്പം എന്തായാലും നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഷിജുചേട്ടനിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പം നായകൻ്റെ പെർമിഷനോട് കൂടിയിട്ട് ലെറ്റ് മി സ്റ്റാർട്ട് ഫ്രം ദെയർ. ഷിജുചേട്ടാ, ഈ ഒരു പേര്, അതായത് വയസ്സ് എത്രയായി 30 എന്ന് പറയുന്ന കേട്ടിട്ടും ആ ഒരു ഇതിനകത്ത് പ്രശാന്ത് ഏട്ടൻ്റെ മൊത്തത്തിലുള്ളൊരു ലുക്ക്, ഒരു കല്യാണമാലയൊക്കെ ഇട്ടിട്ട് ഉള്ള ലുക്കും കൂടെ പോസ്റ്ററിൽ കണ്ടപ്പോൾ ഇത് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലെ ചെറുപ്പക്കാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പടമാണെന്ന് തോന്നുന്നു. എന്താണ് ആക്ച്വലി സംഭവം? മീനാക്ഷി വയസ്സ് എനിക്ക് 23 വയസ്സ്. അങ്ങനെ പറയണ്ട. നമ്മൾ അല്ലാതെ ഒരു 25 വരെ ഞാൻ അങ്ങനെ പറയും, പിന്നെ ഇങ്ങനെ പുറകോട്ട് വലിയ. ഞാനിപ്പോഴും 30 എന്നാ പറയല്. കാരണം 40 ആയിട്ടുണ്ടെങ്കിൽ 30 എന്നാ പറയാറ്. 30 വയസ്സിൽ പെണ്ണ് കിട്ടുന്ന സമയം വരെ 20 പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് വയസ്സിന് ഡിപ്പെൻഡ് മാത്രമുള്ളൊരു സിനിമയല്ല. ഒരു ഞാൻ പറഞ്ഞില്ല, ഒരു കല്യാണം കഴിച്ചാലേ ജീവിക്കാൻ പറ്റുന്ന അങ്ങനെയുണ്ട്. അത് പെണ്ണായാൽ ഒരു കൂടെ ഒരാണ് വേണം, ആണായാൽ കൂടെ കൂട്ടാൻ പെണ്ണും വേണം. അത് വേണ്ടേ? ഞങ്ങൾ കഴിച്ചാണ്. ഞാൻ പറഞ്ഞ 30 വയസ്സ് ഞാൻ ഇങ്ങനെ 20 എന്നാ പറയല്. കുറെ കഷ്ടപ്പെട്ടുണ്ടായി. 25 വയസ്സിൽ പെണ്ണാണ് തുടങ്ങിയത്. 117 പെണ്ണാണ്. 117 പെണ്ണ് കിട്ടിയത്. ഇപ്പൊ വരുന്ന സിനിമയുണ്ട് നജീബിന്റെ, അത് നജീബിന്റെ ജീവിതം, ആട് ജീവിതം. ഇതെന്റെ ജീവിതം. പ്രശാന്തിനോട് പറയാൻ എന്താ, ഇതിലും പ്രശാന്തിനോട് ആടുണ്ട് കൂടെ, ആടിനൊപ്പമുള്ള ജീവിതം. അപ്പോ പിന്നെ മാരേജ് കൺസെപ്റ്റ് മാറി കിട്ടാനുള്ളൊരു ഒറിജിനൽ കഥയാണിത്. ഞങ്ങളുടെ നാട്ടിൽ വളരെ നടന്നൊരു കഥ. ഇതിലെ കഥാപാത്രം ഇവർ പ്രശാന്തൊക്കെ വന്നപ്പോൾ ഞാൻ ആൾക്കാർക്ക് കാണിച്ചു കൊടുത്തു ആരാണ് പ്രശാന്ത് എന്ന്. ഒരുപാട് ആൾക്കാരെ ചിത്രം കാണിച്ചു കൊടുത്തു, രമ്യം കാണിച്ചു കൊടുത്തു. നമ്മുടെ നാട്ടിൽ നടന്ന ഓരോ കഥാപാത്രങ്ങളാണ്, കഥാ സിറ്റുവേഷനാണ്. അപ്പോൾ 29 വയസ്സ് മുതൽ 41 വയസ്സ് വരെയുള്ള ബ്രിഗേഷ് എന്ന് പറയുന്ന പ്രശാന്തിന്റെ ജേണിയാണിത്. അപ്പോൾ എന്തായാലും ഇനി പ്രശാന്ത് ഏട്ടനിലേക്ക് വരികയാണ്. ആദ്യം തന്നെ കൺഗ്രാജുലേഷൻ പ്രശാന്ത് ഏട്ട. ഹീറോ ആയിട്ട് ഇതിനു മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ പടത്തിൽ ഇപ്പോൾ ഹീറോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. ഫൈനലി ഏതൊരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആണ്. അപ്പം ഈ ഒരു ക്യാരക്ടർ ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ട് നമുക്ക് പറയാം. എന്താണ് ഇതിനകത്തെ പേര്? ബ്രിഗേഷ് എന്നാണ് പേര്. അപ്പോൾ ഇവര് ഷിച്ചേട്ടൻ പറഞ്ഞത് അവിടെ കല്യാണം കഴിക്കാതെ ഇങ്ങനെ നടക്കുന്ന ആളുകളെ പൊതുവെ ബ്രിഗേഷ് എന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ്. ഒന്നിനും കൊള്ളാത്തൊരു പേരാണ് ബ്രിഗേഷ്. ബ്രിഗേഷ് ഈ ഷോ കണ്ടോണ്ടിരിക്കുന്ന ശരിക്കും അങ്ങനെ പേരുള്ള സുമേഷ്, ശശി അതുപോലെ നടക്കുന്ന ഒരാളാണ് ബ്രിഗേഷ്. ഓ അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ ഇനി പെണ്ണ് കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ ബ്രിഗേഷ്. അപ്പോൾ അത് ഞാൻ പ്രശാന്തിനെ നാട്ടിൽ കൂട്ടിക്കൊണ്ടൊരു കുറേ ആൾക്കാർ കാണിച്ചു കൊടുത്തു. ഇതൊക്കെ ഇവിടുത്തെ പെണ്ണ് കിട്ടാത്ത ആൾക്കാരെന്ന് പറഞ്ഞു. നമ്മുടെ എൻ്റെ വാട്ടിലൊരു 800 പേരുണ്ടെങ്കിൽ 80 വടകര, കോഴിക്കോട് വടകരക്ക് അടുത്ത്. അവിടെ എന്നെ പോലെ നമ്മളെ പോലെ നല്ല പെൺകുട്ടികളൊന്നും ഇല്ല. ചേച്ചി കണ്ടില്ല? ഇല്ല, നിങ്ങളെ പോലെ ഇല്ല. വേറെ നല്ല പെൺകുട്ടികളുണ്ട്. അവർക്ക് പക്ഷെ ഗവൺമെന്റ് ജോലി വേണം കല്യാണം കഴിക്കുന്നത്. ചെറുക്കന്മാർക്ക് ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിലേ അവർക്ക് കെട്ടിച്ചു കൊടുക്കത്തുള്ളൂ. ഓക്കെ. അപ്പൊ ബ്രിഗേഷിനെ പറ്റി പറയൂ. ബ്രിഗേഷ് എന്ന് പറയുന്നത്, ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇത് ഇത്ര വലിയ ഇഷ്യൂ ആണെന്നും അല്ലെങ്കിൽ അങ്ങനെ പെണ്ണ് കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ടെന്നും അവരുടെ പ്രശ്നങ്ങൾ ഇന്നൊക്കെയാണെന്നും ഒക്കെ നമ്മൾ ഉദ്ദേശിക്കും. നമുക്കറിയില്ല. കാരണം നമുക്ക് കല്യാണം കഴിച്ചതുകൊണ്ടും കല്യാണത്തിന് മുമ്പ് പ്രണയങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ടും ഒക്കെ ഈ പെണ്ണില്ലാത്ത അല്ലെങ്കിൽ നമുക്കൊരു പാർട്ണർ ഇല്ലാത്ത ഒരു അവസ്ഥ എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവില്ലായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ, ഇപ്പം ഒരാൾ വന്ന് സംസാരിച്ച് അയാൾ പറഞ്ഞു ഞാൻ ഗൾഫിലായിരുന്നു ബ്രോ, അതുകൊണ്ട് കല്യാണം കഴിക്കാൻ പറ്റിയില്ല. സ്കിപ്പായി പോവാണ്. ഗൾഫിൽ നിന്ന് വരുമ്പോൾ ആകെ 1 മാസം അല്ല 2 മാസം കിട്ടും. അത് കഴിഞ്ഞ് വീണ്ടും ഗൾഫിൽ പോകും. അപ്പോൾ ഈ 2 മാസത്തിനിടയിൽ ഒന്നും നടക്കില്ല. പിന്നെ പോയിട്ട് വരുമ്പോൾ നോക്കാമെന്ന് ഓർത്ത് അങ്ങനെ പോയി. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. ഈ കല്യാണം കഴിക്കാൻ പറ്റാത്തവരുടെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഗൾഫിൽ ഉള്ളവർ മാത്രമല്ല, ഗൾഫിലുള്ളവർ മാത്രമല്ല, ഗൾഫിലായിരുന്നു ഒരാളായിരുന്നു. അല്ല, അല്ലാത്തവർക്കും പെണ്ണ് കിട്ടാത്ത കുറെ പേരുണ്ടെന്ന്. അല്ല, ഞാൻ പറഞ്ഞ ഒരാളുടെ എക്സാമ്പിളാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോ ഈ ക്യാരക്ടറിന് ഒരു, അതുവരെ ഞാൻ ലാഘവത്തോട് കണ്ടുകൊണ്ടിരുന്നത് പോലെ അല്ല, കുറച്ചൊരു സീരിയസ്നെസ് ഉണ്ടെന്ന് മനസ്സിലായിട്ട് പിന്നെ അത് പെർഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെതായ മാറ്റം ഉണ്ടായെന്ന് തോന്നുന്നു. അപ്പം ഈ ക്യാരക്ടറിന്റെ ഒരു ജേർണിയാണ് ഈ പറയുന്ന പോലെ. അതെ, പെണ്ണ് കെട്ടാതെ പെണ്ണ് കണ്ട് നടക്കുന്ന ഒരു പ്രത്യേകതര അവസ്ഥയാണ്. അപ്പം ചിത്ര ചേച്ചി ആക്ച്വലി നായികയായിട്ടൊക്കെ വരാനായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്, ഫിലിംസ് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് എന്താണ് ക്യാരക്ടർ? ഇതില് ബ്രിഗേഷിന്റെ സഹോദരിയായിട്ട് ബബിത എന്ന ക്യാരക്ടറിന്റെ പേര്. ബ്രിഗേഷിന്റെ നല്ലോണം സ്നേഹം, അതുപോലെ
സ്നേഹത്തോടെ ശാസിക്കുകയെല്ലാം ചെയ്യുന്ന ഒരു ക്യാരക്ടർ, ഒരു സഹോദരിയായിട്ട്. പെണ്ണ് കെട്ടാൻ പ്രഷറൈസ് ചെയ്യുന്ന ഒരു സഹോദരി പ്രഷർ ചെയ്യുന്നുണ്ട്. എന്നാൽ സാധാരണ പോലെ നാത്തൂൻ, അതായത് പെണ്ണിനെ കാണുമ്പോൾ അങ്ങനെയും ഉണ്ടാവുമല്ലോ, അങ്ങനെയും പെണ്ണ് കെട്ടുന്നത് തടസ്സാവുന്ന ഉണ്ടാവുമല്ലോ, ആ രീതിയിലും തടസ്സം വരും. അങ്ങനെയൊക്കെ പോകുന്ന ഒരു ക്യാരക്ടർ. ഇത് അവിടെ റിയൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ കാണിച്ച് തന്നു എന്ന് ഇപ്പൊ സ്ക്രിപ്റ്റ് റൈറ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതേപോലെ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു പെങ്ങളെ അവിടെ ചൂണ്ടിക്കാണിച്ചിരുന്നു? ഇല്ല, അങ്ങനെ അത് ആ ഒരു ക്യാരക്ടർ കാണിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ഇതിൽ ഏകദേശം നമ്മളെ ഉണ്ണിയേട്ടൻ ചെയ്ത ക്യാരക്ടർ, അതുപോലെ ബ്രോക്കർ അരിസ്റ്റോ സുരേഷേട്ടൻ ചെയ്ത ക്യാരക്ടർ, അങ്ങനെയുള്ള കുറേ ആൾക്കാരെ കാണിച്ചു തന്നു. പിന്നെ ഇതുപോലെയുള്ള ക്യാരക്ടേഴ്സ് കുറെ ആൾക്കാർ അത് എന്റെ നാട്ടിലും ഉണ്ട്, എന്റെ വീട്ടിലും ഉണ്ട്, എന്റെ കുടുംബത്തിലും ഉണ്ട്. അല്ല അങ്ങനെയല്ല, കസിൻസ് ഉണ്ട്. അങ്ങനെ അല്ല, അതെ അങ്ങനെ അല്ല, ഇല്ല തന്നെ പറയണ്ടേ. ഇപ്പൊ ഉള്ള ഒരു കാര്യം തന്നെയല്ലേ, ഒരു എന്താ പറയുക, പെൺകുട്ടികൾക്കെല്ലാം ഭയങ്കര ഡിമാൻഡ്, ഗവൺമെന്റ് ജോലി, പാരന്റ്സിനായാലും ഭയങ്കര ഡിമാൻഡ്. ക്വാളിറ്റി നോക്കാതെ എന്താ പറയണ്ടേ, ആ രീതിയിൽ നോക്കി നോക്കിയിട്ട്. നൗ ഐ മൂവിങ് ഓൺ ടു രമ്യ ചേച്ചി. രമ്യ ചേച്ചിനെ നമ്മൾ സാധാരണ മലയാള സിനിമയിലെ എല്ലാ നായകന്മാരുടെ അമ്മ വേഷത്തിൽ, അല്ലെങ്കിൽ അമ്മമാർ പോയിട്ടുണ്ടോ, അമ്മമ്മ, ഇളയമ്മ, കുഞ്ഞമ്മ, അതിൽ നിന്നൊരു മാറ്റം. അതെ, അല്ലെങ്കിൽ സിസ്റ്റർ ആയിട്ട് നമ്മൾ ഇന്ത്യൻ അമ്മ, അമ്മമ്മ, കുഞ്ഞമ്മ, അല്ല ഈ റോളിൽ നിന്ന് ഒരു മോചനം. ചേച്ചി ട്രോളും ആണ് ചേച്ചി, ഹിന്ദിയിലുണ്ട്, ചെയ്യട്ടെ എന്നല്ലേ. അപ്പം എന്താ ചേച്ചി ഇതിനകത്ത് അമ്മയായിട്ടാണോ സിസ്റ്റർ ആയിട്ടാണോ? ഇവര് പറഞ്ഞ പോലെ ആരുടെ അമ്മയല്ല സിസ്റ്ററും അല്ല, നാടിന്റെ അമ്മ, ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ഓ, ബ്രാഞ്ച് സെക്രട്ടറിയാണ്. അപ്പം ഇപ്രാവശ്യത്തെ പരിപാടി ഒന്ന് മാറ്റി പിടിച്ചു എന്നുള്ളത്. ചേച്ചിക്ക് ഇപ്പം ഞാൻ ഈ പറഞ്ഞ ചേച്ചിയെ പറ്റി പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, അതായത് മലയാള സിനിമ എല്ലാ നായകന്മാരുടെ അമ്മയായിട്ടും സിസ്റ്ററായിട്ടും ഒക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പം അതൊരു ടൈപ്പ് കാസ്റ്റ് സാധനമാണോ തോന്നുന്നത്, അതോ ഒരു പ്രിവിലേജ് സാധനമായിട്ടാണോ ചേച്ചിക്ക് തോന്നുന്നത്? രണ്ടും തോന്നാറുണ്ട്. ആണോ? പിന്നെ എല്ലാവരും നമ്മൾ സെറ്റിൽ ചെല്ലുമ്പോൾ പറയും നമുക്ക് അയ്യോ വേറെ നമുക്ക് ചെയ്യാന്നൊക്കെ പറയും. പക്ഷെ സമയമാകുമ്പോൾ അവർ വിളിക്കുമ്പോൾ പെങ്ങളാണേ അമ്മയാണേ. പെങ്ങൾ എനിക്ക് അങ്ങനെ എൻ്റെ ഫസ്റ്റ് മൂവിയിലാണ് ഞാൻ സുരാജേട്ടൻ്റെ പെങ്ങളായിട്ട് ആയിട്ടുള്ളത്. പിന്നെ ബാക്കിയെല്ലാം അമ്മ, അമ്മായി, അമ്മുമ്മ. അമ്മുമ്മയായോ ചേച്ചി? അമ്മുമ്മയെന്ന് ഒരു 60 വയസ്സുള്ള ക്യാരക്ടർ ഇപ്പോൾ ചെയ്തു. ചേച്ചി ആക്ച്വലി സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് ദുബായിൽ നേഴ്സായിട്ടൊക്കെ വർക്ക് ചെയ്ത ഒരു പേഴ്സൺ ആയിരുന്നു. അപ്പം തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണോ ഇതിനകത്തേക്ക് വരുന്നത്, അതോ പണ്ട് തൊട്ടേ ആഗ്രഹം ഉണ്ടായിട്ട് പിന്നെ ലൈക്ക് ഫാമിലി പ്രഷറൊക്കെ കൊണ്ട് വർക്ക് ചെയ്യാനായിട്ട് പോയതായിരുന്നോ? അല്ലല്ല, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമേ ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെ ചേച്ചി സിനിമയിലേക്ക് വന്നത്? ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഞാൻ ഒരു പാട്ട് പാടി വൈറലായി, കുറച്ച് കമൻസ് ഒക്കെ, കുറച്ചധികം കമൻസ് ഒക്കെ കിട്ടി, അതായത് മോശമായിട്ടുള്ള. ഞാൻ കുറച്ച് ഡൗൺ ആയി പോയി. അങ്ങനെ അപ്പോഴാണ് എനിക്ക് അത് കഴിഞ്ഞിട്ട് ഈ കമൻസിനകത്ത് ഈ തെറി വിളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറെ കുറച്ച് കമൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അഭിനയിക്കാൻ പറ്റും, നിങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ടിരുന്നിട്ടൊരു കോമഡി പറഞ്ഞു, അങ്ങനെയൊക്കെ. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ചിന്തിച്ചു, അയ്യോ എങ്ങാനും പറ്റിയെങ്കിലോ. അപ്പോൾ ഞാൻ എൻ്റെ ചേട്ടനോട് പറഞ്ഞത് എൻ്റെ സീരിയലോ വല്ലതും ചെയ്യാമായിരുന്നു, എന്നിട്ട് ചെയ്തിട്ട് നമുക്കൊരു ഇൻ്റർവ്യൂ കിട്ടുമല്ലോ. അന്നേരം ഇൻ്റർവ്യൂ ചെന്നിട്ട് പറയാം ഞാൻ തമാശക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലിട്ടതാണ്, അത് ആരോ എടുത്ത് വൈറലാക്കിയതാണ്. അല്ല, ഈ കഥ ആക്ച്വലി ഞാനിപ്പോഴാണ് കേൾക്കുന്നത് ചേച്ചി. പാട്ടുപാടി വൈറലായ അതെ അതെ. അതേത് പാട്ടായിരുന്നു ചേച്ചി? അന്ധകാരപ്പറമ്പിൽ വെട്ടിക്കിളച്ചഞ്ചാറു കാച്ചിൽ നട്ടു. ലിറിക്സ് ഒക്കെ ഭയങ്കര ഇതാ. അന്നൊക്കെ എന്നെ കാച്ചിലിന് എൻ്റെ പൊന്നെ കമൻ്റൊക്കെ വളരെ മോശമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ച് എൻ്റെ വിചാരം സീരിയലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ ഒക്കെ വരുമെന്നായിരുന്നു. പക്ഷേ സീരിയലിലാണല്ലോ എങ്ങനെ ചെല്ലണമെന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ കുറേ സെർച്ച് ചെയ്ത് പിന്നെ ഇപ്പോൾ ഈ സംഭവം നടന്ന് 2 മാസം കഴിഞ്ഞപ്പോഴാണ് ദുബൈയിൽ വെച്ചിട്ട് അങ്ങനെ കുട്ടമ്പിളയുടെ കുടുംബക്കാരെ ആവശ്യമുണ്ടെന്നുള്ളൊരു ഇത് കേൾക്കുന്ന. പിന്നെ ഓഡിഷന് ഞാൻ വീഡിയോ അയച്ച് 2-3 ഓഡിഷൻ കഴിഞ്ഞ്, അല്ലല്ല അത് ആദ്യം ഞാൻ ഫസ്റ്റ് അയച്ചു. എനിക്ക് എന്താ അയക്കേണ്ടതെന്നൊന്നും അറിയില്ല. ഇത് അയച്ചപ്പോൾ അവിടെ നിന്ന് എനിക്ക് റിപ്ലൈ വന്നു, ഇത് കണ്ട് മടുത്ത് വേറെ അയക്കാം. അപ്പോൾ പിന്നെ ഞാൻ വേറെ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ പെർഫോം ചെയ്ത് അയച്ചു. നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്താ ഓഡിഷന് വരാൻ പറഞ്ഞു. അങ്ങനെ ഒരു 3 റൗണ്ട് ഓഡിഷൻ ഉണ്ടായിരുന്നു. അത് സെലക്ട് ആയി അങ്ങനെ കുട്ടമ്പിളയ്ക്ക് വന്നത്. പിന്നെ ഒരു തിരിഞ്ഞ നോട്ടം ഉണ്ടായിരുന്നതേ ഇല്ല. ഞാൻ കുട്ടമ്പിള ചെയ്തിട്ട് ഞാൻ തിരിച്ചു പോയി. നെക്സ്റ്റ് ഇയർ ഞാൻ വന്നപ്പം നെക്സ്റ്റ് ഇയർ ആണ് ഈ കുട്ടമ്പിള റിലീസായത്. റിലീസായി 3-4 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അടുത്ത വെക്കേഷനായി ഞങ്ങൾക്ക്. അപ്പം ഞാൻ നാട്ടിൽ വരുമ്പോഴാണ് സത്യൻ സാറ് ഞാൻ പ്രകാശൻ എന്ന് പറഞ്ഞ സിനിമ അന്നേരം അതിന് വിളിച്ചു. അതും വെക്കേഷൻ ആയിരുന്നു. ഷൂട്ട് കഴിഞ്ഞ് ഞാൻ വീണ്ടും തിരിച്ചു പോയി. അപ്പോൾ പടം ഭയങ്കര ഹിറ്റായി. പിന്നെ ഒരുപാട് പേര് വിളിച്ചു. പക്ഷെ ദുബൈയിലായതുകൊണ്ട്, ദുബൈയിലാന്ന് പറഞ്ഞാൽ പിന്നെ ആരും വിളിക്കില്ല. അങ്ങനെ പിന്നെ അപ്പം ഞാൻ സത്യ സാറിനെ വിളിക്കുമായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞു, രമ്യ നിനക്ക് മലയാള സിനിമയിൽ നല്ലൊരു ഭാവിയുണ്ട്, അതിന് അവിടെ നിന്ന് കഴിഞ്ഞാൽ കിട്ടത്തില്ല, ഇവിടെ വന്ന് സെറ്റിലായാൽ നല്ല ഇത് ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഭയങ്കര
വളരെ ആലോചിച്ച് വേണോ വേണ്ടയോ ഭയങ്കര സംശയത്തിലായിരുന്നു. അങ്ങനെ ഞാൻ നാട്ടിൽ വന്ന് 2 വർഷത്തിന് ശേഷം നാട്ടിൽ വന്നു. അപ്പം എല്ലാവരും എന്നെ മറന്നുപോയി. പിന്നെ ഞാൻ വീണ്ടും ഓഡിഷന് പോയി. അങ്ങനെ പാപം ചെയ്യാത്തവർ കല്ലറിട്ട് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ചെറിയ 2 സീൻ. പക്ഷെ അവിടെ ചെന്നപ്പോഴായിരുന്നു ഞാൻ പ്രകാശിൽ അഭിനയിച്ചല്ലേന്ന് അങ്ങനെ ചോദിച്ചു. അപ്പം ഞാൻ പ്രകാശിന് ശേഷമാണ് പാപം ചെയ്യാത്തവരൊക്കെ കല്ലറിയിട്ട്. ഓക്കെ ഓക്കെ. പിന്നെ യു എന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രോ സീൻ ചെയ്തു. അത് കഴിഞ്ഞാണ് പടവെട്ട് വരുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ ഓഡിഷന് പോയി. അതിന്റെ ഫൈനൽ ഓഡിഷൻ അത് കഴിഞ്ഞിട്ട് അതിൽ സെലക്ട് ആയത്. പിന്നെ ഓഡിഷൻ ഒന്നും പോയിട്ടില്ല. ഇപ്പൊ എന്നെ എല്ലാവരും കൂടെ വിളിക്കുന്നുണ്ട്. പക്ഷെ ആക്ച്വലി ചേച്ചി 2 വർഷത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ തോന്നിയതേ ഇല്ല അല്ലെ? ചേച്ചി ഇവിടെ ഒരു സജീവ സാന്നിധ്യമായിട്ട് എല്ലാവരുടെയും തുരു പടമായതുകൊണ്ട് പിന്നെ ഇറങ്ങുന്നതിനകത്തിലെല്ലാം എൻ്റെ അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷെ ശരിക്കും നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഉണ്ടല്ലോ. ടച്ച് എന്തായാലും അങ്ങനെ ഒരു ഗ്യാപ്പ് ഇല്ലാതെ തന്നെ എല്ലാ സിനിമയിലും ഉണ്ടാവട്ടെ നോക്കെന്ന് പറയാണ്. എനിക്ക് സെറ്റ് ഭയങ്കര ഒരു ലൈവ്ലി ഫൺ സെറ്റ് ആയിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? ഒരു 10 സെന്റ് സ്ഥലത്ത് 5 വീട്, അതാണ് ലൊക്കേഷൻ. അപ്പം ഞാൻ പ്രശാന്തനോട് പറഞ്ഞു വളരെ നന്നായിട്ട് ഇവർ വടകര ഭാഷ സ്ലാങ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പം പ്രശാന്തനോട് ആദ്യം സീരിയസ് ആയിട്ട് എടുത്തില്ലായിരുന്നു സബ്ജക്റ്റ്. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ജാതക കെട്ടുകൾ കാണിച്ചു കൊടുത്തു പ്രശാന്തന്. എനിക്ക് ഒരുപാട് ജാതകം ഉണ്ടായിരുന്നു. ഉത്രാടം, ഓരോ പെണ്ണ് നിങ്ങൾ ഉത്രാടാണ് പറഞ്ഞെങ്കിൽ മാച്ച് ചെയ്ത നക്ഷത്രങ്ങൾ ആ ജാതകം തരും. അപ്പൊ ശരിക്കും ഒറിജിനൽ നക്ഷത്രം അറിയില്ല, ഒറിജിനൽ പിറന്നാളും മാറിപ്പോയി, ഒറിജിനൽ വർഷവും മാറിപ്പോയി. എങ്ങനെയെങ്കിലും പറഞ്ഞ സെറ്റ് ആയാൽ മതി എന്ന് വെച്ചിട്ട്. അപ്പൊ ഭാര്യക്ക് അയച്ചു കൊടുത്തതും ഡ്യൂപ്ലിക്കേറ്റ് ആണ്. എന്നിട്ട് അത് ഏതോ ജോലിട്ട് സെറ്റ് ആണെന്ന് പറഞ്ഞു. അതിന് നാട്ടിൽ ഒരുപാട് പണിക്കുമാറുണ്ട്. സഖാവ് പണിക്കരുത്, വർഷം പോലെ പണിക്കുമാറുണ്ട്. ഇത് മാച്ച് അതെങ്ങനെയാണ് വിശ്വാസമില്ലാത്ത പണിക്കുമാർ ഒരു മാച്ചാക്കി തരും. അപ്പോൾ പിന്നെ വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞത് ഇങ്ങനെ ഒപ്പിച്ചതാണെന്ന്. ഓരോ പെണ്ണാണ് പ്രശ്നങ്ങൾ തുടങ്ങി. ജാതക കെട്ട് കാണിച്ചു കൊടുത്തു, വിഷമം കാണിച്ചു കൊടുത്തു. പിന്നെ വീടിൻ്റെ അടുത്തൊരു പെണ്ണുണ്ട്. ഇപ്പം ഞാൻ ചൈനയിൽ വർക്ക് ചെയ്യാം, ചൈനയിലായിരുന്നു. ഞാൻ ഫാഷൻ ഡിസൈനറാണ്. അപ്പോൾ എനിക്ക് പെണ്ണ് തന്നില്ല, എനിക്ക് അവളെ തന്നില്ല. പക്ഷെ അവള് കല്യാണം കഴിച്ചത് 10ാം ക്ലാസ് തോറ്റിട്ട് മസ്ദൂറിൽ KSBയിൽ വർക്ക് ചെയ്തിട്ട് കല്യാണം കഴിച്ചത്. ഗവൺമെന്റ് ജോലി ഞാൻ അവരെയും കാണിച്ചു കൊടുത്തു. അപ്പം എൻ്റെ കഷ്ടപ്പാട് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് അഭിനയിച്ചത്. ഇത് പ്രശാന്ത് അഭിനയിച്ചോണ്ട് ഇത് വേറെ ആരെ അഭിനയിച്ച് ഭയങ്കര ഇങ്ങനെ ആളിക്കത്തിക്കൂടാ. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് പ്രശാന്ത് ഈ റൂട്ടിൽ ഭയങ്കരമായിട്ട് അങ്ങനെ മുന്നിലത്തോട് പറയാനല്ല. പിന്നെ ഞാൻ എൻ്റെ പ്രതീക്ഷൻ്റെ മേലെ ഇപ്പോൾ ഇതിൽ പല സീനുകൾ നാട്ടിൽ പലരും ആണല്ലോ. ഒരു സീൻ ഇപ്പം ഞാൻ പറയുന്നില്ല, ഒരു സീന് ആ നാട്ടിലൊരു 100-150 അമ്മമാർ വന്നു കാണാൻ. അതൊരു ഒറിജിനൽ നടന്ന സീനായിരുന്നു. അത് ശരിക്കും പ്രശ്നം ചെയ്യുമ്പോൾ ഞാൻ വീട്ടിലേക്ക് പോയത്. ഞാൻ ആ സീൻ കാണാനിരുന്നിട്ടില്ല. ഇമോഷണൽ സീനാണ്. ക്ലൈമാക്സ് അല്ല, അതിന് മുന്നേ. അപ്പൊ ഞങ്ങൾക്ക് ഇതിലൊരു ക്ലൈമാക്സിനും മത്സരവും ജൂനിയർ ആർട്ടിസ്റ്റിനും വേണ്ടി വന്നിട്ടില്ല. ആൾക്കാർ എല്ലാം നടന്നതാണ്, എല്ലാവരും നടന്നതാണ്. ഇത് ഞങ്ങളുടെ നാട്ടിലെ വാർഡ് മെമ്പറാണ്. പിന്നെ അത് പകുതി എൻ്റെ ഒറിജിനൽ ഭാര്യയാണ്, പകുതി ആരാൻ്റെ ഭാര്യയാണ്. അങ്ങനെയുള്ള ക്യാരക്ടറാണ് സിനിമയില് പ്രശാന്ത് എന്ന് പറയുന്നത്. പ്രശാന്ത് ക്ലൈമാക്സ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് ജൂനിയർ പ്രൊഡക്ഷൻ കണ്ടോട് പറഞ്ഞു 80 യൂത്ത് വേണമെന്ന് ചുറ്റി നിൽക്കാൻ വേണ്ടി. ഞാൻ യൂത്തൊന്നും വേണ്ട, ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലിട്ട് കല്യാണം കഴിച്ചാൽ ആൾക്കാരെല്ലാം വരണം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും വന്ന് ഭയങ്കര രസമാണ്. ഒരു 8 മിനിറ്റ് നീളമുള്ള, ഞാനിത് നല്ല സിനിമയും കാണുന്ന ആളാണ്. ഇത്രയും നീളമുള്ള ഒരു ക്ലൈമാക്സ് ഞാൻ ഇതുവരെയും കണ്ടില്ല. എല്ലാ സിനിമ മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി, ചൈനീസ്, മറാഠിയൊക്കെ കാണുന്നതാണ്. പക്ഷെ അത്ര നല്ല സൈന പ്രശാന്ത് മനോഹരമായി ഒറ്റയാളായിട്ട് നിന്നിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. ആ റോള് ഞാൻ പറയുകയാണ് ഫഹദിനും പിന്നെ ആസിഫ് അലിക്കോ അല്ലെങ്കിൽ കുഞ്ചാക്കോ ആർക്കും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയും, ഇപ്പം പറയാം. ഞാൻ ഈ അങ്ങനെ ഒരു പ്രശാന്ത് മുന്നിൽ പൊക്കിയോ എൻ്റെ സിനിമയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നില്ല. അത് നിങ്ങൾ കാണണം. എന്നിട്ട് ഫസ്റ്റ് ഷോ നിങ്ങൾ അതിന് പറയണോ അതിനെ പറ്റുന്ന അഭിപ്രായം. മലയാള സിനിമക്ക് പുതിയൊരു ഒരു ഹീറോനെ ഞങ്ങൾ അങ്ങോട്ട് വിടുവാണ്. അതുപോലെ രമ്യ സുരേഷിന് ഞാൻ പറഞ്ഞ പോലെ അമ്മ കുഞ്ഞമ്മ എന്ന ഒരു മോചനം, നല്ലൊരു വളരെ സ്ലാങ് സ്വന്തം ഹീറോയിൻ. പഴയകാല ഉർവശിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലേക്ക് ചിത്രം വരിക. ഞാൻ എൻ്റെ ഡയറക്ടർ ഫേവറേറ്റ് ആക്ട്രസ് ഉർവശിയാണ്. എൻ്റെ ഇഷ്ടം നടി ഉർവശിയാണ്. അതുപോലത്തെ ഒരു ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമില്ല. അതാണ് വേണ്ടി പകുതി എഴുതിയെന്ന് പകുതി സ്വന്തം പറയുന്നു, അതും ചെയ്തു. ബാക്കി പ്രശാന്ത് സിനിമേനെ പൊക്കി നല്ല രീതിയിലാക്കി തന്നു. അപ്പം ഇങ്ങനെ ഒരു കോംപ്ലിമെന്റ് കിട്ടിയപ്പോ ഇപ്പം കോംപ്ലിമെന്റ് ആണ്. പക്ഷെ എനിക്ക് അങ്ങനെ എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടോന്ന് സിനിമ കഴിഞ്ഞാലേ ഇല്ല. നിങ്ങളുടെ 2 പേരുടെയും ഒരു ആക്ച്വലി നിങ്ങൾ 3 പേരുടെയും ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സട്ടിലായിട്ട് കോമഡി ഹാൻഡിൽ ചെയ്യുന്നത് കാണാൻ ഭയങ്കര രസമാണ്. ഇത് നിങ്ങൾ കോമഡി ചെയ്യല്ല, നിങ്ങൾ സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഒരു സംഭവം അതിനകത്ത് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് അതിനകത്ത് ഹ്യൂമർ വർക്കൗട്ട് ആവും. അപ്പം എങ്ങനെയാണ് കേട്ടോ ഈ ബ്രിഗേഷന് വേണ്ടിയിട്ട് ഇത്രയും ഒരു ലൈക്ക് 29 to 41 എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല എത്ര വർഷം എനിക്കറിയാം അല്ലേ, അത്ര നാളുണ്ട്. അപ്പം ആ ഒരു ഏജും ഇതൊക്കെ കാണിക്കാനായിട്ട് ക്യാരക്ടറിന് വേണ്ടിയിട്ട് എന്തൊക്കെയായിരുന്നു ഒരു ഇൻപുട്ട് ഇട്ടത്? ഇല്ല, ആ ഏജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തുടക്കത്തിലുള്ള സോങ്ങിലാണ് കുറച്ച് യങ് ആയിട്ടുള്ള പരിപാടിയുള്ളൂ. പിന്നെ ഈ പടം ഒരു 40യുടെ അടുത്ത് വെച്ചിട്ടൊക്കെയാണ് തുടങ്ങുന്നത്.
അപ്പോൾ അതിനകത്ത് പിന്നെ ഭയങ്കര മേക്ക് ഓവറിൻ്റെ ആവശ്യം വന്നില്ല. പിന്നെ ഈ പറയുന്ന പോലെ ഒരു 40 വയസ്സുകാരനായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. 40 ഇപ്പം പല രീതിയിലാണല്ലോ. ഇപ്പോൾ കല്യാണം കഴിക്കാത്ത ആളുകൾക്ക് 40 വയസ്സായാലും അവരെ കണ്ടു കഴിഞ്ഞാൽ ഒരു 10-30 വയസ്സൊക്കെ പറയുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞ പ്രായം അതെനിക്കറിയില്ല. ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞാൻ പ്രശാന്തികൾ സ്വന്തമാവുന്നു. കല്യാണം കഴിഞ്ഞ പ്രായം കൂടുന്നത് എന്തുകൊണ്ടാണ് അത് പറഞ്ഞത്? എനിക്കറിയില്ല, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അതിങ്ങനെയാണ് ഭാരതിരാജൻ എല്ലാ പടത്തിലും കാമുകനും കാമുകി ഒന്നിച്ചിട്ട് കടലിലേക്ക് പോകുന്നതാ കാണിക്കുക. അവിടെ എന്താണ് അതിന്റെ അപ്പുറം ഒരു കഷ്ടപ്പാട് നമ്മൾ കാണിച്ചില്ല. പിന്നെയാണ് തൊഴിൽ തുടങ്ങുന്നത്. അപ്പൊ പറയട്ടാ. അപ്പൊ അങ്ങനെ അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം മേക്ക് ഓവർ എന്നുള്ളതല്ല, അല്ലാതെ ഒരു ജേർണി, ഒരു അതുവരെ ഇപ്പം 40 വയസ്സിലാണ് നമ്മൾ തുടങ്ങുന്നത്. 40 വയസ്സ് വരെ അയാൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നോ അത് തന്നെയാണ് നമ്മൾ അന്നേരം കാണിക്കുന്നത്. ഈ പറയുന്ന പോലെ പെണ്ണ് കാണാൻ പോവുക, ജോലിക്ക് പോവുക, അല്ലെങ്കിൽ പെണ്ണ് തപ്പി നടക്കുന്നതുകൊണ്ട് ഈ സമയം പോകുന്നത് അറിയുന്നില്ലല്ലോ. ഇപ്പം ഹീറോ ആയിട്ട് ആദ്യത്തെ സിനിമ വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു എക്സൈറ്റ്മെന്റും സംഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നില്ലേ? അപ്പം എങ്ങനെയാണ് ഈ ഫിലിം ചേട്ടനെ തേടി എത്തുന്നത്? ആദ്യമായിട്ട് ഈ കോൾ വന്നപ്പോൾ കുഡ് യു ബിലീവ് ഒക്കെ ഞാനൊരു ഹീറോ വേഷം ചെയ്യാൻ പോവുകയാണെന്നുള്ള സംഭവം? ഞാൻ അന്നേരം കണ്ണൂരാണെന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞു ഇങ്ങനെ വടകരയിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഇതിനിടയിലുള്ള ഒരു സ്ഥലത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ വന്നു. സംഭവം ഇങ്ങനെ ഇന്നതൊക്കെയാണ്, ഇതാണ് അതിൻ്റെ ഒരു ത്രെഡ് പരിപാടി എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്യാം. അപ്പോൾ ഷീച്ചറിന് വന്നു. ഷീച്ചറിന് വന്നതിനെ ക്ലീൻ ഷേവായിരുന്നു. അപ്പം ഞാൻ ഓർത്തു ഓക്കെ ഏതോ ഒരു പുതുപണക്കാരൻ പൈസ കളയാനായിട്ട് വരുന്നു എന്തെങ്കിലും ആട്ടെ. അല്ല ലിറ്ററലി അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പം ഭയങ്കര അങ്ങനെ കുറെ ആലോചിച്ച് കഴിഞ്ഞ് ഇവർ ആലോചിക്കാം എന്നാ പിന്നെ ഒരു പടം ചെയ്താലോ. അപ്പോൾ കൂടെ നിൽക്കുന്നവർ പടം ചെയ്യാലോ, നമ്മ പടം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്ന ആൾക്കാരായിരിക്കും കൂടുതലും. പിന്നെ അന്ന് എന്നോട് ത്രെഡും കറക്റ്റായിട്ട് പറഞ്ഞില്ല, ജസ്റ്റ് ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ പ്രധാന കഥാപാത്രമാണ്. ഞാൻ പറഞ്ഞാൽ ഓക്കെ പ്രധാന കഥാപാത്രമല്ലേ, അപ്പോൾ കുഴപ്പമില്ല. സ്ക്രിപ്റ്റ് ഇവർ എഴുതി വെച്ചേക്കുന്നത് കാണുമ്പോൾ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ഭയങ്കര നടന്ന പോലെയുള്ള സാധനങ്ങളാണ്. അല്ലെങ്കിൽ ഡയലോഗുകൾ, കൗണ്ടറുകൾ, ഇൻസിഡൻറ്റുകൾ, സീനുകൾ, പ്ലോട്ട് എല്ലാം. അപ്പം അങ്ങനെ അതിനകത്തേക്ക് എനിക്കൊന്ന് 2-3 ദിവസം കഴിഞ്ഞാണ് ഞാൻ ഫുള്ള് ഇന്നാവുന്നത്. അതും അധികം സമയമില്ലായിരുന്നു ഞാൻ വന്നു കഴിഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഒരു ഗ്രോത്ത് പിന്നീട് ശരിക്കും ഒരു ഓർഗാനിക് ഗ്രോത്ത് ആയിരുന്നു. ആ ഗ്രോത്ത് പടം കാണുമ്പോഴും കിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പം ഈ സിനിമയിൽ ഒരു ഹീറോ ആയിട്ട് വരികയാണ്. അപ്പം ഇനി അങ്ങോട്ട് എങ്ങനെയാണ് ക്യാരക്ടർ റോൾസ് വീണ്ടും ചെയ്യാനാണോ അതോ ഇനി മെയിൻ ആയിട്ടുള്ള ഹീറോ തന്നെ നോക്കാനാണോ പ്ലാൻ? നമ്മള് ഹീറോ ആയിട്ട് വന്നു, ഹീറോ ആയിട്ട് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പരിപാടിയാണ്. അതായത് ഹീറോ ആയിട്ട് തന്നെ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മാർക്കറ്റ് വേണം, മനസ്സിലായോ? അല്ലെങ്കിൽ അവനെ വെച്ച് പടം ചെയ്ത് കഴിഞ്ഞാൽ 2 കോടി രൂപ ടേബിൾ പ്രോഫിറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഹീറോ ആയിട്ട് പടം ചെയ്യാം. ചേട്ടാ ഒരു 2.5 കോടി രൂപയുടെ പടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു പ്രൊഡ്യൂസറെ വിളിക്കാം. അല്ലാത്ത പക്ഷം നമുക്ക് ഒരിക്കലും ഹീറോ ആയിട്ട് അങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് കിട്ടുന്ന കഥാപാത്രങ്ങൾ ഇപ്പോൾ ഈ ഹീറോ ആയിട്ട് ഇതിനകത്ത് കണ്ടിട്ട് ഓക്കെ അവൻ ഫെമിലിയർ ആയിരുന്ന ആളുകൾക്ക് തോന്നിയാൽ വലിയ ഡയറക്ടേഴ്സ് നമുക്ക് നല്ല റോള് തരും. എന്ത് കണ്ടിട്ടായിരുന്നു അപ്പം പ്രശാന്ത് കാസ്റ്റ് ചെയ്തത്? ആരോ പറഞ്ഞു ഇങ്ങനെ ഒരു ആക്ടർ ഉണ്ട് നമുക്ക് കാസ്റ്റ് ചെയ്താലെന്ന് വെച്ചാൽ നോക്കാന്ന് പറഞ്ഞു നോക്കിയെന്നല്ലാതെ ഇയാളെന്താന്ന് എന്നിട്ട് പടം ചെയ്ത് കഴിഞ്ഞാണ് എല്ലാ അളവ് വെച്ച് ചെയ്യാനും സിനിമയിൽ കണ്ടില്ല, ഷോർട്ട് ഫിലിമുകൾ കണ്ട് എന്നോട് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ പോയി. അപ്പോൾ ഞാൻ പിന്നെ ഇദ്ദേഹം തിയേറ്റർ ആർട്ട് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ എനിക്ക് നടന്നാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാനിപ്പം ആസിഫ് അലിനെ വിളിച്ചാലും ഷോട്ട് എടുത്ത് ക്യാരവലിൽ പോയിരിക്കും. അപ്പോൾ വന്ന് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഷോട്ട് എടുക്കുമ്പോൾ എന്നോട് പറഞ്ഞു എന്തിനെങ്ങനെ, ഞാൻ നാടക നടനാണ്, എന്തിനെങ്ങനെ അഭിനയിക്കുന്നത്? അപ്പം എന്നോട് പറഞ്ഞു രാവിലെ എന്നോട് പറഞ്ഞ രാവിലെ നമുക്ക് ഒരുമിച്ച് ചായ പിടിക്കാൻ അതുപോലെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ത്രൂ ഔട്ട് തന്നെ ആക്ടിങ്ങിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ തന്നെ ഞങ്ങളൊരു വീട്ടിലാണ് ഷൂട്ട് പടം കഴിഞ്ഞിട്ടും കഴിയുന്നതിന് മുമ്പേ ഒക്കെ. പിന്നെ എല്ലാവരും ചോദിക്കും ആരാ ഹീറോ, അങ്ങനെ ഫേമസ് ആയിട്ടില്ലല്ലോ, ഇനി ഫേമസ് ആവും. അപ്പം പാട്ട് വെക്കാനും ഓട്ടിട്ട് വെക്കാനും ഒക്കെ ഞാൻ കൂട്ടിപ്പോവും. കാരണം അവർ ചോദിക്കുമല്ലോ ആരാ ഹീറോ എന്ന്. അല്ല ഫേമസ് അല്ലാന്നൊക്കെ പറയാൻ പറ്റില്ല. നമ്മള് ടിവിയിലെ പ്രൈം ടൈമിൽ കാണുന്ന കട്ടിലെടുത്തിട്ട് ഓടുന്ന പരസ്യത്തിലൊക്കെ ഉണ്ട് പ്രശാന്ത് ഏട്ടൻ. അങ്ങനെ ഒരു കൺസെപ്റ്റ് ആണ് നമ്മുടെ നാട്ടില്, അങ്ങനെ ഒരു കൺസെപ്റ്റ് ആണ്. ഭയങ്കര ഹീറോന്റെ പടത്തിന് മാത്രം ആൾക്കാർ പോവുക, മറ്റു പടങ്ങൾക്ക് ആൾക്കാർ പോവാതിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾ ഇതിന് പടത്തിന് ഭയങ്കര ഗ്രൗണ്ട് ലെവൽ പ്രൊമോഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇലക്ഷന് വോട്ട് പിടിക്കുന്നത് എങ്ങനെയാണ് അതുപോലെയാണ്. ഒരാളെപ്പോലും ഞങ്ങൾ വിടുന്നില്ല. നാട്ടും പുറത്ത് നാടുകളിൽ വണ്ടിയും നോട്ടീസും കത്തടിച്ച് കൊണ്ടുകൊടുത്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ നാട്ടിലൊന്നും വന്നിട്ടില്ല. നിങ്ങളുടെ നാട് അപ്പുറത്ത് വരാനായിട്ടില്ല, അടുത്ത മാസം വരും, അടുത്ത ആഴ്ച വരും. എല്ലാവർക്കും ചിലപ്പോ പറയുന്ന കാര്യമാണ്. ഇപ്പോഴും എല്ലാവരും എന്നാ വന്നേന്നാ ചോദിക്കുന്നത്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എന്തിനാ വന്നേന്നല്ല, ദുബൈയിലാന്ന് പറയുമ്പോഴത്തേക്ക് അവര് വിളിക്കില്ല.
ചേച്ചി ഇവിടെ നാട്ടിലുണ്ട് കേട്ടോ, എന്തായാലും പറയാം. അഥവാ ദുബായി പോയാൽ റോമിങ് ചെയ്തിട്ടാണ് പോണത്. ആർക്ക് വേണേ വിളിക്കാം, എന്റെ സ്വന്തം കാശിൽ ഞാനിവിടെ വരും. അടിപൊളി. ഇതിൽ നല്ലൊരു പ്രൊമോഷൻ വേറെ കൊടുക്കാനില്ല ചേച്ചിക്ക്. എന്തായാലും നമ്മൾ ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പം 28-ാം തീയതിയാണ് ഇപ്പം റിലീസ് പറഞ്ഞിട്ടുള്ളത്. ബിഗ് സ്റ്റാർ കാസ്റ്റ് ഫിലിം ഒക്കെ ഇറങ്ങുന്ന ഒരു ഡേറ്റ് കൂടിയാണ്. അപ്പം എന്തായാലും ഒരു ആസ് എ പ്രൊഡ്യൂസർ ആൻഡ് ആസ് എ ഡെബ്യൂ ഹീറോ ഇതിനോടൊപ്പം തന്നെ തിയേറ്റേഴ്സിൽ നിൽക്കാൻ പോകുന്ന ഒരു ഫിലിം കൂടിയാണ് വയസ്സ് എത്രയായി 30 എന്ന് പറയുന്നത്. അപ്പം അതിന്റെ എന്തെങ്കിലും ഒരു ടെൻഷനോ പ്രഷറോ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടോ? ഇല്ലേ? ടെൻഷൻ ഇല്ല. ആടുജീവിതം നല്ലൊരു സദ്യ ആവട്ടെ, പിന്നെ ഞങ്ങളുടെ വിധം ആ സദ്യക്ക് നല്ല 2 പാൽപ്പായസാവട്ടെ. ഓ, അത് ഒരു അടിപൊളി ഇത് കേട്ടോ. അതും കാണാൻ പോകണം, ഇതും കാണാൻ പോകണം. എല്ലാ തിയേറ്ററും മൾട്ടിപ്ലക്സ് തിയേറ്റർ, എല്ലാ സ്ഥലത്തും 2 സ്ക്രീൻ 3 സ്ക്രീനുണ്ട്. അപ്പുറത്ത് അത് ഹൗസ്ഫുൾ ആയിട്ടോട്ടെ, ഇത് ഹൗസ്ഫുൾ മേലെ ഹൗസ്ഫുൾ ആയിട്ടോട്ടെ. പക്ഷെ എന്നിട്ട് പറയും, പക്ഷെ അതിന് ടെൻഷൻ ഉണ്ടോ? എനിക്ക് ടെൻഷനുണ്ട്. പക്ഷെ അതൊരു ഭാഗ്യമായിട്ട് കൂടി വേണം. അതായത് ബ്ലസ്സി സാറിനെ പൃഥ്വിരാജ് പിന്നെ അല്ല, അതിന്റെ ഒപ്പം തന്നെയാണ് ഇറങ്ങുന്നത്. അതിന്റെ ഭാഗ്യം എന്നുള്ളത് ഒരു ഫാക്ടറാണ്. പക്ഷെ നമ്മളിപ്പോ കൂടെ ഇരിക്കുന്ന ഫ്രണ്ട്സ് തന്നെ പറയടാ അടിയൂതം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കേട്ടോ. ഞാൻ നോക്കും, എടാ നീ എന്ത്, അയ്യോ സോറി അളിയാ അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. അപ്പൊ അതൊരു റിയാലിറ്റിയാണ്. അപ്പൊ റിയാലിറ്റി അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ടെൻഷൻ ഉണ്ടാവും. പക്ഷെ നമുക്ക് നോക്കാം, നമ്മളെന്തായാലും നമ്മുടെ ഒരു 100% കൊടുത്ത് ചെയ്തിട്ടുള്ള പടമാണ്. അതിനകത്ത് വേറെ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു റിസൾട്ട് ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. ഹാർഡ് വർക്ക് ഓൾവേസ് പേസ് ഓഫ് എന്ന് പറയുന്ന പോലെ ഈ സിനിമ സദ്യ കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോഴും ഒഴിവാക്കാനാകാത്ത ഒരു പായസം പോലെ ഒരു ഡിസേർട്ട് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പം ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദ ഫിലിം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. പുതിയ സിനിമാ വിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരേക്കും ദിസ് ഇസ് മീനാക്ഷി സുധീർ സൈനിങ് ഓഫ് ഫ്രം സെല്ലുലോയിഡ്. സീ യു.